മലയാള ഭാഷയിലെ സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭാഷാപിതാവ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കവി KGSനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. NS മാധവൻ ചെയർമാനായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. മലയാള ഭാഷയെ സംബന്ധിച്ചിട്ട് KGS നൽകിയിട്ടുള്ള സംഭാവനകൾ, സാഹിത്യത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ അതുല്യമാണ് എന്ന് എഴുത്തച്ഛൻ പുരസ്കാര പ്രഖ്യാപനം സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിക്കുകയുണ്ടായി. KGSൻ്റെ കവിതകൾ എന്ന് പറയുന്നത് അത് മലയാള ഭാഷയെ സംബന്ധിച്ച് 1969 മുതൽ ഈ നിമിഷം വരെയും നിതാന്തമായിട്ടുള്ള ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഭാഷയിൽ ഉള്ള ഇടപെടൽ എന്നുള്ള നിലയ്ക്കാണ് ആ കവിതകൾ മലയാള സാഹിത്യത്തിൽ പ്രബലമായിട്ടുള്ളത്. അരനൂറ്റാണ്ടായി കവിതാരചനയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട കവി എന്നുള്ള നിലയ്ക്ക് KG ശങ്കരപ്പിള്ള 1960കളുടെ അവസാന കാലഘട്ടത്തിൽ ആധുനികതാവാദികൾ മലയാളത്തിൽ അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ തൻ്റേതായ ശൈലിയിലൂടെ രംഗപ്രവേശം ചെയ്യുകയായിരുന്നു KGSൻ്റെ ആദ്യകാല കവിതകളായിട്ടുള്ള വൃക്ഷം, ജന്മരാത്രി തുടങ്ങിയ കവിതകളൊക്കെ ഒരർത്ഥത്തിൽ പാരമ്പര്യത്തിൻ്റെ രീതിയിൽ, വൃത്തത്തിൽ, ഈണത്തിൽ, താളത്തിൽ ഒക്കെ എഴുതപ്പെട്ടതായിരുന്നുവെങ്കിലും പിന്നീട് ഭാഷയിൽ വലിയ അട്ടിമറികൾ നടത്തേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗദ്യത്തിൻ്റെതായ രീതിയിൽ ആണ് KGS കവിതകളുമായി രംഗത്ത് വരികയുണ്ടായത്. ബംഗാൾ എന്ന കവിതയാണ് KGSനെ മലയാള ആധുനിക കവിതാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിക്കല്ലായ കവിതയായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാളിൽ നിന്ന് ഒരു വാർത്തയുമില്ല, യാതൊന്നും ഒന്നും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അടക്കം ഉണ്ടായിട്ടുള്ള നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രതീക്ഷകൾ, അത് നമ്മുടെ മൊത്തം ഇന്ത്യയിൽ വലിയ ജനകീയ വിപ്ലവം, ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഉപരിയായിട്ടുള്ള വിപ്ലവ സാധ്യതകളിലേക്ക് എങ്ങനെ പോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എഴുതപ്പെട്ടിട്ടുള്ള ബംഗാൾ എന്നതടക്കമുള്ള കവിത, ഈ നിമിഷം വരെയും അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് നിരവധിയായിട്ടുള്ള കവിതകൾ, ആ കവിതകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിലെ ഉയർന്നിരിക്കുന്ന ജാഗ്രതയുടെ പ്രതീകം എന്നുള്ള നിലയ്ക്കാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ KGSന് ലഭിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള കവിതയിലെ ധീരമായിട്ടുള്ള മുന്നോട്ട് പോക്കുകൾക്കുള്ള പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ്. എന്ന് മാത്രമല്ല, KGS എന്ന വ്യക്തി പല ഘട്ടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നിലയ്ക്ക് നിലവിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്കൊപ്പം അരികു ചേർന്ന് പോകുന്നവർക്കാണ് പല ഘട്ടങ്ങളിലും വലിയ പ്രധാനപ്പെട്ട സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ ലഭിക്കുക. പക്ഷേ ഇവിടെ KGSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ സമയത്ത് വെട്ടുവഴി കവിതകൾ എന്നുള്ള പേരിൽ അതിനെ വിമർശിച്ചുകൊണ്ട്, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ വിമർശിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം എഴുത്തുകാർ എഴുതിയിട്ടുള്ള കവിതകളും ഒപ്പം തന്നെ KGS എഴുതിയിട്ടുള്ള കവിതയും, അത് വെട്ടുവഴി എന്നുള്ള പേരിൽ തന്നെയാണ് ആ കവിത എഴുതിയിട്ടുള്ളത്. അതിനുശേഷം വെട്ടുവഴി കവിതകൾ എന്നുള്ള പേരിൽ തന്നെ ഈ ഒരു അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കവിതയുടെ വലിയ സന്ദേശം നൽകുകയും ചെയ്തു. ആ അർത്ഥത്തിൽ അന്ന് ഇറങ്ങിയ വെട്ടുവഴി കവിതകളെ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവർ വിമർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ സർക്കാരിൻ്റെ ചെയ്തികൾക്കൊപ്പം നിൽക്കുകയോ അതിനെ അനുകൂലിക്കുകയോ സർക്കാരിൻ്റെ ചെയ്തികളുടെ പ്രധാനപ്പെട്ട വേദികളിൽ അലങ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല KG ശങ്കരപ്പിള്ള. അദ്ദേഹം പൊതുവെ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാറില്ല. ഏകാന്തതയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതേസമയത്ത് തന്നെ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ വിമർശിച്ചുകൊണ്ട് വെട്ടുവഴി എന്നുള്ള കവിത എഴുതുകയും പിന്നീട് സമാനമായിട്ടുള്ള കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, മറ്റുള്ളവരുടെ കൂടി കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമാഹാരം ഇറക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് കൂടി എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ തീവ്രത അത്രത്തോളം ശക്തമാണ് എന്നുള്ള നിലയ്ക്ക് വേണം മനസ്സിലാക്കാൻ. ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ KG ശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചിരിക്കുന്നു. KG ശങ്കരപ്പിള്ള എന്ന പേരിലാണ് അദ്ദേഹം ആദ്യം എഴുതിയിരുന്നതെങ്കിൽ തന്നെയും പിന്നീട് അദ്ദേഹം KGS, നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങളുടെ സാഹിത്യ പുസ്തകങ്ങളുടെ പേരുകൾ നോക്കുക, അതിൽ KGS എന്നാണ് കാണുന്നത്. പൂക്കൈത, KGS,
ഇപ്പോൾ KG ശങ്കരപ്പിള്ള എന്ന പേരിലാണ് അദ്ദേഹം ആദ്യം എഴുതിയിരുന്നതെങ്കിലും പിള്ള എന്ന വാക്ക് അത് ഒരു പക്ഷേ ജാതീയമായ ഒരു വാൽ തൻ്റെ പേരിൻ്റെ പിറകെ വരുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അദ്ദേഹം പിന്നീട് KGS എന്നാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മളും KG ശങ്കരപ്പിള്ള എന്ന് പറയുന്നതിന് പകരം KGS എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അദ്ദേഹത്തിൻ്റെ പേര് KGS എന്ന് പിൽക്കാലത്ത് മാറ്റുകയുണ്ടായി. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KGS-നാണ്. NS മാധവൻ ചെയർമാനായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. മന്ത്രി സജി ചെറിയാനാണ് ഈ പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. മലയാള ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്നതാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം എന്നതും നോക്കേണ്ടതുണ്ട്. KG ശങ്കരപ്പിള്ളയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അദ്ദേഹം 1948 ജനിച്ചിട്ടുള്ളത്. 1970-കളിൽ എഴുതിയ ബംഗാൾ എന്ന കവിതയാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്. 1970-കളിൽ ബംഗാൾ എന്ന കവിതയിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി. എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്നുള്ള പുസ്തകത്തിന് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. ആധുനിക കവിതയുടെ പ്രമുഖ പ്രയോക്താക്കളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് KGS. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്. ചവറ, ശങ്കരമംഗലം, കാമൻകുളങ്ങര ഗവൺമെൻറ് LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും കൊല്ലം SN കോളേജിൽ പഠനം നിർവഹിക്കുകയും ചെയ്തു. 1971 മുതൽ കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ അദ്ദേഹം മലയാള വിഭാഗം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെയാണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹം എഡിറ്ററായിരുന്ന മാസികകൾ പ്രസക്തി, സമകാലീന കവിത തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കവിത എന്നുള്ള പേരിൽ തന്നെയുള്ള ഒരു കൃതിയുണ്ട്. അത് 1981 ഇറങ്ങിയത്. പിന്നീട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട പുസ്തകം കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്നുള്ള പുസ്തകമാണ്. അത് 1994 മൾബറി പ്രസിദ്ധീകരിച്ചു. KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്നുള്ള പേരിൽ 1969 മുതൽ 96 വരെയുള്ള കവിതകൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. പിന്നീട് KGS കവിതകൾ എന്നുള്ള പേരിൽ 1997 മുതൽ 2006 വരെയുള്ള പുസ്തകങ്ങൾ. ഇതിൽ ബംഗാൾ എന്ന കവിതയാണ് ഏറ്റവും അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. അയോധ്യ എന്ന കവിത, ആനന്ദൻ, ഊർമിള, രമണൻ, നന്നങ്ങാടികൾ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നിങ്ങനെയുള്ള കവിതകളുണ്ട്. നന്നങ്ങാടികൾ എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴയകാലത്തെ ഒരു സംവിധാനമാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. ആ കവിത ഇത്രയേ ഉള്ളൂ. നന്നങ്ങാടികൾ, മരിച്ചവരെ അടക്കം ചെയ്യാൻ പണ്ട് നന്നങ്ങാടികൾ, നമ്മെ ജീവനോടെ അടക്കം ചെയ്യാൻ ഇന്ന് നന്നങ്ങാടികൾ. അതായത് അങ്ങാടി എന്ന വാക്ക് കമ്പോളങ്ങൾ, മാർക്കറ്റുകൾ, മാളുകൾ എങ്ങനെ നമ്മളെ ജീവനോടെ അടക്കം ചെയ്യുന്നു, നമ്മളുടെ കയ്യിലുള്ള എല്ലാം ഊറ്റിയെടുത്ത് നമ്മളെ ജീവനോടെ അടക്കം ചെയ്യുന്നു അങ്ങാടികൾ. അതിന് നന്ന് അങ്ങാടികൾ. പണ്ട് മരിച്ചവരെ അടക്കം ചെയ്യാൻ നന്നങ്ങാടികൾ, ഇന്ന് നമ്മെ ജീവനോടെ അടക്കം ചെയ്യാൻ നന്ന് അങ്ങാടികൾ എന്നുള്ള നിലയ്ക്ക്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിതയാണ് അഭിമുഖം എന്നുള്ള കവിത. അഭിമുഖം എന്ന കവിത ആരംഭിക്കുന്നത് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ ഉള്ള ഏറ്റവും ലളിതമായിട്ടുള്ള കവിതകളും അതിസങ്കീർണമായിട്ടുള്ള കവിതകളും കൂടിച്ചേർന്നതാണ് KG ശങ്കരപ്പിള്ളയുടെ KGS-ൻ്റെ കാവ്യജീവിതം. അദ്ദേഹത്തിന് ഈ കേരളപ്പിറവി ദിനത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു.